السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خير خلقه سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. സഹോദരന്മാരെ, പ്രിയപ്പെട്ട പഠിതാക്കളെ, ബുധനാഴ്ചകളിൽ നമ്മൾ തുടക്കം കുറിച്ച ഒരു ചെറിയ ക്ലാസ്സാണ്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന്. ബുധനാഴ്ചയുള്ള കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ വുദൂവിലും കുളിയിലും നമസ്കാരങ്ങളിലുമൊക്കെ പൊതുവെ മനുഷ്യന്മാർ അശ്രദ്ധരായി ശ്രദ്ധിക്കാതെ വന്നു പോകുന്ന ചില അബദ്ധങ്ങളുണ്ട്. അതായിരുന്നു നമ്മൾ തുടക്കം കുറിച്ചത്. ഏതാനും കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒന്നാം ഭാഗത്തിൽ നമ്മൾ സൂചിപ്പിച്ചു. ഇന്ന് സാധാരണയായി കണ്ടുവരാറുള്ള ഒരു അബദ്ധമാണ്, ഒരു അശ്രദ്ധ കാരണം ചെയ്യുന്ന ഒരു തെറ്റാണ്. ആളുകൾക്ക് മലമൂത്ര വിസർജനത്തിന് ഉണ്ടായിരിക്കെ എന്നാൽ അത് പൂർത്തിയാക്കാതെ വളരെ പ്രയാസപ്പെട്ട് നമസ്കാരം കഴിയുന്നത് വരെ അങ്ങോട്ട് കാത്തു നിൽക്കുന്നു. മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വുദു എടുക്കേണ്ടി വരും. അപ്പോൾ അതെൻ്റെ മേക്കപ്പിനെയോ അതെൻ്റെ ക്രീമുകളെയൊക്കെ കളയും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി രാവിലെ മുതൽ വുദു എടുത്ത് മേക്കപ്പിട്ട് ക്രീമുകൾ പുരട്ടി വന്ന ആളുകൾ, തലയൊക്കെ ചീകി വന്ന ആളുകൾ വുദു ചെയ്യുമ്പോൾ ഈ ക്രീമുകളൊക്കെ പോകും, അതല്ലെങ്കിൽ തൻ്റെ മേക്കപ്പുകളൊക്കെ നഷ്ടപ്പെടും, തൻ്റെ മുടി ചീകി വെച്ചതിൻ്റെ അഴക് നഷ്ടപ്പെടും എന്നൊക്കെ വിചാരിച്ച് അതൊന്നും നിൽക്കാതെ എങ്ങനെയെങ്കിലും പ്രയാസപ്പെട്ട് മലമൂത്ര വിസർജനം ഉള്ളതോടുകൂടി നമസ്കാരം കഴിയുന്നത് വരെ കാത്തിരിക്കുകയും എന്നിട്ട് നമസ്കാരം അങ്ങോട്ട് എങ്ങനെയെങ്കിലും കഴിയട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യാറുണ്ട്. ഇത് വിലക്കപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത്ത ബിഹദ്റതി തആമിൻ വലാ വഹുവ യുദാഫിഉഹു അൽ-ലഖ്ബതാൻ. രണ്ട് സന്ദർഭങ്ങളിൽ നമസ്കാരം നിർവഹിക്കാതിരിക്കലാണ് നല്ലത്, ചെയ്യരുത്. ഒന്ന്, വിശപ്പുള്ള ഒരാളുടെ മുമ്പിൽ ഭക്ഷണമുണ്ടെങ്കിൽ വിശപ്പുകൊണ്ട് എരിപുരി കൊള്ളുന്നു, ഭക്ഷണമാണെങ്കിൽ അപ്പുറത്ത് റെഡിയാണ്, എന്നാൽ ഭക്ഷണം കഴിക്കാതെ നമസ്കാരത്തിലേക്ക് പോകരുത്. അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിനുള്ള തോന്നലുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ അത് നിർവഹിക്കാതെയും നമസ്കാരത്തിലേക്ക് പോകരുത്. ഇത് രണ്ടും, വിശപ്പുള്ളവൻ ഭക്ഷണം ഉണ്ടായിരിക്കെ വിശപ്പ് സഹിച്ച് നമസ്കാരത്തിലേക്ക് പോയാലും മലമൂത്ര വിസർജനത്തിന് മുട്ടി നിൽക്കുന്ന ഒരാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാലും അയാളുടെ നമസ്കാരത്തിലുള്ള കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും, ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പോൾ അത് അരുത് എന്ന് പ്രവാചകൻ വിലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, വുദു ചെയ്യുന്ന ആളുകൾ, നമ്മൾ രാത്രിയൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് സുബഹി നമസ്കരിക്കാൻ വേണ്ടിയൊക്കെ എഴുന്നേൽക്കുന്ന ആളുകൾ ബക്കറ്റിൽ വെച്ച്, അതുപോലെ തന്നെ ടാങ്കുകളിൽ വെച്ച്, ഹൗദുകളിൽ വെച്ചൊക്കെ വുദു ഉണ്ടാക്കുന്നവരാണ് എങ്കിൽ വുദു എടുക്കുന്നതിൻ്റെ മുമ്പ് അവൻ്റെ കൈകൾ 2-3 പ്രാവശ്യം കഴുകണം. എന്നിട്ടേ പിന്നീട് ബക്കറ്റിലേക്ക് കൈയിട്ട് വെള്ളമെടുത്ത് വുദു ഉണ്ടാക്കാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിന് എതിരാണ്. പ്രവാചക തിരുമേനി പറഞ്ഞ ഹദീസിൽ, ഇദസ്തൈഖല അഹദുകും മിൻ നൗമിഹി ഫലാ യദ്ഖുൽ യദഹു ഫിൽ ഇനാ ഹത്താ യഗ്സിലഹുമാ സലാസ. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആളുകൾ വുദു എടുക്കുമ്പോൾ തൻ്റെ 2 കൈകളും ആദ്യം പാത്രത്തിലേക്ക് കൈയിട്ട് കഴുകുന്നതിൻ്റെ മുമ്പ്
വെള്ളം പുറത്തേക്കെടുത്ത് 3 പ്രാവശ്യം നന്നായി അതിന് കഴുകണം. ഫഇന്ന അഹദക്കും ലാ യദ്രി അയ്ന ബാതത് യദഹ്, നിശ്ചയം അവൻ അറിയില്ല അവൻ്റെ കൈകൾ എവിടെയൊക്കെ ആയിരുന്നു രാത്രിയിൽ എന്ന്. അതുകൊണ്ട് തന്നെ കൈകൾ ശുദ്ധിയാക്കി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ബക്കറ്റ് പോലെയുള്ള പാത്രങ്ങളിലേക്ക് കൈയിട്ട് വെള്ളമെടുക്കാവൂ. അതല്ലാതെ പാടില്ല. അതും വിലക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ മൂന്നാമത്തെ കാര്യമായി ഇന്ന് സൂചിപ്പിക്കാനുള്ളത്, വുദു ചെയ്യുമ്പോൾ നിയ്യത്ത് നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് നിയ്യത്ത് എന്നുള്ളതും നമ്മൾ സൂചിപ്പിച്ചു. എന്നാൽ വുദു ചെയ്യുന്നതിൻ്റെ മുന്നോടിയായി അവൻ ബിസ്മി ചൊല്ലണമെന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ ഇപ്രകാരം കാണാം, ലാ സ്വലാത്ത ലിമൻ ലാ വുദുഅ ലഹു, വുദു ഇല്ലാതെ നിങ്ങൾ നമസ്കരിക്കരുത്. അതുപോലെ വലാ വുദുഅ ലിമൻ ലം യുദ്കിർ ഇസ്മല്ലാഹ് അലൈഹി, വുദു ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലുന്നില്ല എങ്കിൽ അവർക്ക് വുദു ഉണ്ടാവുകയില്ല എന്ന് ഹദീസുകളിലുണ്ട്. അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ നിർവഹിക്കാൻ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ ബിസ്മില്ല എന്ന് പറയണമല്ലോ. വുദുവിൻ്റെ മുമ്പും ബിസ്മില്ല എന്ന് പറയണം എന്ന് തന്നെയാണ് ഹദീസുകളിൽ നിന്നും സുന്നത്തുകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. 3 കാര്യമാണ് ഇന്ന് നമ്മൾ സൂചിപ്പിച്ചത്. 4ാമത്തെ കാര്യമായി സൂചിപ്പിക്കാനുള്ളത്, വളരെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വുദു ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, കുളിക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒലിക്കണം, വെള്ളം തട്ടിയിരിക്കണം. വുദു ചെയ്യുമ്പോഴും വുദുവിൻ്റെ അവയവങ്ങളിൽ പൂർണ്ണമായി വെള്ളം എത്തിയിരിക്കണം. വെള്ളം തട്ടാത്ത സ്ഥലങ്ങളുണ്ട് വുദു എടുക്കുമ്പോൾ എങ്കിൽ നിസ്കാരം ശരിയാവില്ല. കാരണം വുദു അവൻ്റെത് അപൂർണമാണ്. വുദു പൂർണ്ണമായ രീതിയിൽ വുദു ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കൈവിരലുകൾക്കിടയിലും കാലിൻ്റെ വിരലുകൾക്കിടയിൽ, നെരിയാണിയുടെ ബാക്ക് സൈഡ്, അതുപോലെ തന്നെ കയ്യിൻ്റെ മുട്ടിൻ്റെ ബാക്ക് ഭാഗങ്ങളിൽ, ഇവിടെയൊക്കെ വെള്ളം പലപ്പോഴും തന്നെ ആളുകൾ നനഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താറില്ല. ഇസ്ബാഹുൽ വുദുവിൻ്റെ അവയവങ്ങൾ പൂർണ്ണമായ രീതിയിൽ വെള്ളം എത്തിക്കണം എന്നത് വുദുവിൽ കണിശമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വുദു ചെയ്യുമ്പോൾ അക്കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നന്നായി വുദു ചെയ്യുമ്പോൾ വുദുവിൻ്റെ ഭാഗങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. കുളിക്കുന്ന സമയങ്ങളിൽ ശരീരത്തിൽ വെള്ളം തട്ടാത്തൊരു സ്ഥലവും ഉണ്ടാകരുത്. പ്രവാചകന്റെ അനുചരന്മാർ വുദു ചെയ്യുമ്പോൾ കയ്യിൽ മോതിരം പോലുള്ളത് അണിഞ്ഞവരാണെങ്കിൽ അത് അനക്കിയിട്ടും ഊരിവെച്ചും അവിടെ പോലും വെള്ളം നനക്കാറുണ്ടായിരുന്നു. ടൈറ്റായ വാച്ച് പോലെയുള്ള മറ്റെന്തെങ്കിലും ധരിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ അടിയിൽ വെള്ളം തട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. വെള്ളം തട്ടാതിരുന്നാൽ നമ്മുടെ വുദു ശരിയാവില്ല. വുദു ശരിയാകാതിരുന്നാൽ നമ്മുടെ നമസ്കാരവും ശരിയാവുകയില്ല. അതിനാൽ തന്നെ വുദുവിൻ്റെ വിഭാഗങ്ങളിൽ കൃത്യമായി വെള്ളം എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. 3-4 കാര്യങ്ങളാണ് സാധാരണയായി സംഭവിക്കാറുള്ള അബദ്ധങ്ങളായി സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ തുടർന്ന് വരുന്ന ബുധനാഴ്ചകളിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.